സുഖമാണോ സുഖമാണ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമില്ലായ്മ തോന്നിയാലും ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മുതലാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി സർപ്രൈസിംഗ്ലി ഇതൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ തീമാണ്. നമ്മൾ ഒരുപാട് പാട്ടുകൾ ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട് ഇപ്പോൾ യൂണിവേഴ്സലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ മലയാളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ ഏകാന്തത അതിനെ തീമാക്കി വന്നിരിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ സിനിമയിലെ നായകൻ വളരെ ലോൺലിനെസ് എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അനുഭവിക്കുന്ന ഒരാളാണ്. അതിൽ നിന്ന് അയാൾ കരകയറാൻ വേണ്ടി ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ഫാന്റസി, ഒരു ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് അതിൽ പറയുന്ന ഒരു സിനിമയാണ് സുഖമാണോ സുഖമാണോ. ഇതിൽ മാത്യു അവതരിപ്പിച്ചിരിക്കുന്ന തിയോ എന്ന് പറയുന്ന ക്യാരക്ടർ തുടക്കത്തിൽ തന്നെ ഒരു വലിയ വീട്ടിൽ അവൻ ഒറ്റക്കാണ്. സംസാരിക്കാനും ഭക്ഷണം കഴിക്കുമ്പോഴും ഒന്നും അവൻ്റെ കൂടെ ആരില്ല, കൂട്ടുകാരില്ല, മെൻ്റൽ എന്നാണ് ബാക്കിയുള്ള നാട്ടുകാർ മുഴുവൻ അവനെ വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ആ ഇമോഷൻ നമുക്ക് നല്ല രീതിയിൽ ഹുക്ക് ചെയ്യുന്ന വിധത്തിലാണ് ഈ പടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നായകന് വേണ്ടി റൂട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകർ എന്നുള്ള രീതി, ആ രീതിയിൽ ആ കടമ്പയിൽ ഇവർ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ഇതുപോലുള്ള ഒരു നായകൻ്റെ ലൈഫിൽ സംതിങ് എന്തെങ്കിലും നല്ലത് നടക്കണമെന്ന് പ്രേക്ഷകർ കൂടി ആഗ്രഹിക്കുന്ന രീതിയിലാണ് കഥ മുമ്പോട്ട് പോകുന്നത്. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സാധാരണ സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും പേടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ പടത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിൽ സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരാളുടെ മുമ്പിലേക്ക് ഈ സ്ഫടികം ജോർജിന്റെ ക്യാരക്ടർ വരുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഈ മാത്യുയുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയുണ്ട്. അപ്പോൾ ആ ചിരിയാണ് ഈ സിനിമ. അതായത് ഏകാന്തത അനുഭവിക്കുന്ന ഒരാൾക്ക് അത് സംസാരിക്കാൻ, അത് ആരും ആയിക്കോട്ടെ, ഇവൻ്റെ ഒരു ഡെല്യൂഷൻ അല്ലെങ്കിൽ ഈ ഫാന്റസി എലമെന്റ് ആണെങ്കിൽ പോലും അതിനകത്താണ് ഈ സിനിമ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവൻ്റെ കുടുംബം ഇങ്ങനെ വളർന്ന് 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 വികസിക്കുന്നതാണ് കാണുന്നത്. ഒരുപാട് ആളുകളായി. അപ്പം അങ്ങനെ വരുന്ന ഈ തിയോ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു കാമുകി വേണം എന്ന് പറയുന്നത് ബാക്കിയുള്ള കുടുംബത്തിലുള്ള എല്ലാ മെമ്പേഴ്സും പറയുമ്പോൾ അങ്ങനെ ആ കാമുകിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിയോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഫസ്റ്റ് ഹാഫ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ അവസാനം എന്ന് പറയുന്നത് കാമുകി, അതായത് ദേവിക സഞ്ജയുടെ ഒരു ക്യാരക്ടറിനെ പരിചയപ്പെടുമ്പോഴാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്. പക്ഷെ അതുവരെ വളരെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സെറ്റപ്പിലാണ് ഇതിനകത്ത് പോകുന്നത്. ഇതിനകത്ത് വരുന്ന ചില കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോമഡീസൊക്കെയാണ് ചിലത് വർക്കാവുന്നുണ്ട് നോബിയുടെയൊക്കെ, പക്ഷേ ചിലതൊക്കെ നല്ല രീതിയിൽ ചീറ്റി പോകുന്നുണ്ട്. എന്നാൽ പോലും നമുക്കിങ്ങനെ വെറുപ്പിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലേക്കൊന്നും വരുന്നില്ല. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിലൊക്കെ അവസാനിക്കുന്നുണ്ട്. ആക്ച്വലി അരുൺ രാമചന്ദ്രൻ എഴുതിയിരിക്കുന്ന ഈ സിനിമയിൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സാണ്. ഈ 3 ക്യാരക്ടേഴ്സിലൂടെ ഇമോഷനാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് അവർ കൺവേ ചെയ്യേണ്ടത്. ഇതിൽ മാത്യുയുടെ ആ ഒരു ഇമോഷൻ, അവൻ അനുഭവിക്കുന്ന ഏകാന്തത തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കൺവേ ചെയ്യുന്നുണ്ട്. മാത്യുവിനോട് നമുക്കൊരു അടുപ്പം തോന്നുന്നുണ്ട്. അതുകൂടാതെ ജഗദീഷിൻ്റെ ക്യാരക്ടറുണ്ട്. ജഗദീഷിൻ്റെ ക്യാരക്ടർ ആ പുള്ളിയുടെ ലൈഫിൽ വന്നിരിക്കുന്ന ട്രാജഡി, പിന്നെ പുള്ളി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഈ സംഭവം എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ സ്ഥിരം ഒരു ക്ലീഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ജഗദീഷ് എന്ന നടൻ്റെ പെർഫോമൻസും കൊണ്ട് ഈ ഒരു സംഭവം അവർ ഓവർകം ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ക്യാരക്ടർ എൻ്റെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലോഡ്രാമയുടെ അതിപ്രസരം എന്ന് പറയുന്ന പല സീക്വൻസും ഒക്കെ പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് പുള്ളി രക്ഷിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ മാത്യുവിൻ്റെ ക്യാരക്ടർ ഓക്കെയാണ്, ജഗദീഷിൻ്റെ ക്യാരക്ടർ ഓക്കെയാണ്. അത് കഴിഞ്ഞ് ദേവിക സഞ്ജയുടെ ഹീറോയിൻ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അത് ഒട്ടും സിങ്ക് ആവാത്ത രീതിയിലുള്ള, ഇതെന്താ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, അതായത് ഇതിനകത്ത് വരുന്ന ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിലും ക്രിഞ്ചാണ്. ചിലതൊക്കെ ആ ഒരു മീറ്റർ തെറ്റി എവിടെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു 3 ക്യാരക്ടേഴ്സ് ഒരു ഉദ്ദേശിച്ചിൽ 2 സക്സസ് ആയപ്പോഴേക്കും ഈ മൂന്നാമത്തെ, അതായത് ദേവിക സഞ്ജയുടെ ക്യാരക്ടർ, അത് ഏറ്റവും കൂടുതൽ വരുന്ന സെക്കൻഡ് ഹാഫിലാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഈ സീക്വൻസ്, അതിനകത്ത് വരുന്ന ഡയലോഗ്സ്, ഇതെല്ലാം പലപ്പോഴും ക്രിഞ്ചായി മാറുകയും ഈ പടം ഉണ്ടല്ലോ ഒന്ന് കൈവിട്ടു പോകുന്ന രീതിയിലൊക്കെയാണ് ഈ പടം വരുന്നത്. പക്ഷെ എപ്പോഴൊക്കെ കൈവിട്ട് പോകുന്നുണ്ടോ അപ്പോഴേക്കും ജഗദീഷിൻ്റെ ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ആ ജഗദീഷിൻ്റെ ട്രാക്ക് വരുന്നു. ആ ട്രാക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ട്. ആൻഡ് താങ്ക്സ് ടു ജഗദീഷ് ആൻഡ് ഹിസ് ആക്ടിങ് നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് രക്ഷിച്ച് കരകയറി എന്നൊക്കെ പറയുന്ന ആ രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈലാണ് നിപിൻ ബെസന്റിന്റെ മ്യൂസിക്. ഈ പടം ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യേണ്ട പടമാണ്. പുള്ളി അത് ഇമോഷൻസിലൂടെ കൂടുതൽ നന്നായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് പുള്ളി വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ ഇതിന്റെ DOP, എഡിറ്റിംഗ്, ബാക്കി സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നീറ്റാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കുറവുകളൊന്നും പറയാനില്ല. ഇനി പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ മാത്യു തിയോ എന്നുള്ള ക്യാരക്ടറെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ, പുള്ളിയുടെ ഏകാന്തത, പുള്ളി ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. കാരണം ഈ ക്യാരക്ടറിന് അവൻ്റെ ലൈഫിൽ ഹി ഡിസേർവ്സ് ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന വിധത്തിൽ പുള്ളി അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാത്യുവിൻ്റെ ആക്ച്വലി കഴിഞ്ഞ കുറേ പടങ്ങളായിട്ട് മാത്യുവിൻ്റെ പടങ്ങൾ കാണാൻ വേണ്ടി വരുമ്പോൾ മാത്യുവിൻ്റെ പടമാണല്ലോ നോക്കുമ്പോഴേക്കും ഈ പടത്തിൽ പുള്ളി കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. അതുകൂടാതെ ജഗദീഷിൻ്റെ ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ പക്ക. ദേവിക സഞ്ജയുടെ റോൾ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ വളരെ ചീസി ആയിട്ട്, വളരെ ക്രിഞ്ചായിട്ടാണ്. അപ്പോൾ ആ ഒരു എഴുത്തിൽ പുള്ളിക്കാരത്തേക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് പുള്ളിക്കാരി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സ്ഫടികൻ ജോർജ്, കുടശനാട് കനകം, ബിൻബിനോ, നോബി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കോമഡിയും കാര്യങ്ങളൊക്കെയാണ് അവർ ട്രൈ ചെയ്യുന്നത്. ചിലതൊക്കെ വർക്കാവുന്നുണ്ട്, ചിലതൊക്കെ ആവറേജ് ആയി പോകുന്നുണ്ട്, ചിലതൊക്കെ ക്രിഞ്ചായിട്ട് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്.
അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 3 ക്യാരക്ടേഴ്സ് 2 ക്യാരക്ടേഴ്സിന്റെ ഇമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നതുകൊണ്ട് ഒരു ഫ്ലോയിൽ കണ്ടിരിക്കാവുന്ന ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് സുഖമാണോ സുഖമാണ് എന്നുള്ള സിനിമയുടെ പേര്. ഈ പേരിന് എന്തോ ഒരു ഇതുണ്ട്. കാരണം എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പോലും ഇതൊരു ഏകദേശം 6 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ തന്നെ നമ്മളൊന്ന് ഈ പടം തിയേറ്ററിൽ കാണണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ, ആ ടൈറ്റിൽ ഈ പടത്തിനില്ല. അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പക്ഷേ വാച്ചബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സുഖമാണോ സുഖമാണ്. ഈ പടത്തിന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കേഷൻ ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് വെർജിനിറ്റി, പിന്നെ കോണ്ടം, ഇതിന്റെ പരാമർശം മാത്രമല്ല, അത് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ പോകുന്ന സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഒരു കൗതുകത്തിൽ ഇത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് നൽകാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബമായി കാണാൻ പറ്റുന്ന സിനിമയാണ് സുഖമാണോ സുഖമാണ്.